ഹലോ, ഗുഡ് മോർണിംഗ്. ഇന്ന് നമുക്ക് KTU ക്വസ്റ്റ്യൻ പേപ്പറിലെ അടുത്ത 2 ക്വസ്റ്റ്യൻസ് നോക്കാം. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യൻ ഫോറിയറിലെയാണ്. ഗിവൺ ദാറ്റ് ദ ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് f of x is equal to Fourier transform of f of x is equal to e raised to minus x square is 1 by root 2 into e raised to minus omega square by 4. Then find the transform of x square e raised to minus x square. അപ്പോൾ f of x equal to e raised to minus x square. e raised to minus x squareൻ്റെ ട്രാൻസ്ഫോം തന്നിട്ടുണ്ട് 1 by root 2 into e raised to minus omega square by 4. നമുക്ക് x square into e raised to minus x squareൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം കണ്ടുപിടിക്കണം. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ളത് given that the Fourier transform of f of x equal to e raised to minus x square is 1 by root 2 into e raised to minus omega square by 4. ഇനി that is f of x ഫോർമുലയിലോട്ട് മാറ്റുകയാണ്. f of x equal to f of e raised to minus x square equal to 1 by 2 into e raised to minus omega square by 4 which is equal to f omega. That is Fourier transform of f of x എന്നുള്ളത് f ഒമേഗയാണ്. അപ്പോൾ തന്നിട്ടുള്ള f ഒമേഗയാണ് ഈ തന്നിട്ടുള്ള 1 by root 2 e raised to minus omega square by 4. Now we use a property of Fourier transform. By the property of Fourier transform, ഈ പ്രോപ്പർട്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. f of x raised to n into fx. x raised to n into f of x എന്ന് പറയുന്നത് minus I the whole raised to n into d raised to n by d omega raised to n f of omega. അപ്പോൾ ഈ ഒരു പ്രോപ്പർട്ടി വെച്ചിട്ടുള്ള പ്രോബ്ലം നമുക്ക് ഉണ്ട്. അപ്പോൾ ഈ പ്രോപ്പർട്ടി പഠിച്ചോളണം. മൈനസ് I the whole raised to n into d raised to n by d omega raised to n f of omega സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. നമ്മുടെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ആണ്. സോ എഫ് ഓഫ് എക്സ് സ്ക്വയർ ഇ റേസ് ടു മൈനസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ ഡി സ്ക്വയർ ബൈ ഡി ഒമേഗ സ്ക്വയർ 1 by root 2 e raised to minus omega square by 4 because n is equal to 2. x raised to n എന്ന് പറയുന്നത് ഇവിടെ എക്സ് സ്ക്വയർ ആണ്. അതുകൊണ്ട് ഈ ഫോർമുലയിലെ n എല്ലാം നമുക്ക് 2 ആയി. ഇനി നമ്മൾ മൈനസ് ഐ ദ ഹോൾ സ്ക്വയർ എന്ന് പറയുന്നത് മൈനസ് 1 ആണ്. സോ മൈനസ് 1 by root 2 ഈ 1 by root 2 പുറത്തെടുത്തു. മൈനസ് 1 by root 2 ഇൻറ്റു ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ഇൻറ്റു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4ൻ്റെ ഡെറിവേറ്റീവ് മൈനസ് 2 ഒമേഗ ബൈ 4. അപ്പോൾ ഡി ബൈ ഡി ഒമേഗ ഓഫ് ഒരു പ്രാവശ്യം ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എഴുതി. 2 times ഡിഫറൻഷ്യേഷൻ ഉണ്ട്. ഒരു പ്രാവശ്യം നമ്മൾ ഡിഫറൻഷ്യേറ്റ് ചെയ്തു. ഇനി നെക്സ്റ്റ് ഇവിടെ നമ്മൾ മൈനസ് 2 ഒമേഗ ബൈ 4 നമ്മൾ വെളിയിലെടുത്തു. അപ്പോൾ നമുക്ക് മൈനസ് 2 ബൈ ഒമേഗ അല്ല മൈനസ് 2 by 4 അതിൽ നിന്ന് നമ്മൾ പുറത്തോട്ടെടുത്തു. മൈനസ് 2 by 4 പുറത്തോട്ടെടുത്തപ്പോൾ 2 ക്യാൻസൽ ചെയ്ത് പോയി. അപ്പോൾ 1 by root 2 into 2 എന്ന് വന്നു. 2 by 4 നമ്മൾ പുറത്തെടുത്തു. അപ്പോൾ വെളിയിലൊരു 1 by root 2 ഉണ്ടായിരുന്നു, ക്യാൻസൽ ചെയ്തു. Therefore d by d omega into e raised to minus omega square by 4 എന്ന് വന്നു. ഈ അകത്തൊരു മൈനസ് ഉണ്ടായിരുന്നു, അതും പുറത്തോട്ട് പോയി. അങ്ങനെയാണ് ഇത് പോസിറ്റീവ് ആയത്. വെളിയിലൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു, ഇതിനകത്തൊരു നെഗറ്റീവ് ഉണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ക്യാൻസൽ ചെയ്ത് പോയി. അകത്തുള്ള 2 by 4 പുറത്തോട്ടെടുത്തു. 2 by 4 ക്യാൻസൽ ചെയ്ത് 2 ആയി. സോ 1 by 2 root 2 into d by d omega of omega e raised to minus omega square by 4. Again differentiating this function. ഇത് ഡിഫറൻഷ്യേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണ്? പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്ത്. ബിക്കോസ് ഒമേഗ ഇൻറ്റു ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ആണ്. അതുകൊണ്ട് നമുക്ക് ഇവിടെ പ്രോഡക്റ്റ് റൂൾ അപ്ലൈ ചെയ്യണം. സോ ഫസ്റ്റ് ഫംഗ്ഷൻ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ്. ഫസ്റ്റ് ഈസ് ഒമേഗ ഇൻറ്റു ഡെറിവേറ്റീവ് സെക്കൻഡ് ഈസ് ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ഇൻറ്റു മൈനസ് 2 ഒമേഗ ബൈ 4 പ്ലസ് സെക്കൻഡ് ഫംഗ്ഷൻ ഈസ് ഇ റേസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 ഇൻറ്റു ഡെറിവേറ്റീവ് ഫസ്റ്റ് ഒമേഗയുടെ ഡെറിവേറ്റീവ് 1 ആണ്. അപ്പോൾ അത്ര എഴുതി. അത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1 by 2 root 2 മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 2 ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4 പ്ലസ് ഇ റൈസ് ടു മൈനസ് ഒമേഗ സ്ക്വയർ ബൈ 4. അപ്പോൾ ഇതാണ് ഫൈനൽ ആൻസർ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ യൂസ് ചെയ്തത് ഇതാണ് ഫോർമുല പ്രോപ്പർട്ടി. ഫോറിയർ ട്രാൻസ്ഫോമിൻ്റെ ഈ പ്രോപ്പർട്ടി യൂസ് ചെയ്ത് നമ്മൾ ചെയ്തു. എക്സ് റൈസ് ഫോറിയർ ട്രാൻസ്ഫോം ഓഫ് എക്സ് റൈസ് ടു എൻ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു മൈനസ് ഐ ദ ഹോൾ റൈസ് ടു എൻ ഇൻറ്റു ഡി റൈസ് ടു എൻ ബൈ ഡി ഒമേഗ റൈസ് ടു എൻ ഓഫ് എഫ് ഓഫ് ഒമേഗ. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.
10th question. Compute the convolution of the function f of x equal to 1, comma, mod x less than 1 and g of x equal to minus 1, comma, mod x less than 1 in the context of Fourier transform. അപ്പോൾ കൺവല്യൂഷൻ കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. എഫ് ഓഫ് എക്സും ജി ഓഫ് എക്സും തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1, എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഫോർ മോഡ് എക്സ് ലെസ് ദാൻ 1. എഫ് ഓഫ് എക്സ് 1 ആണ്, മോഡ് എക്സ് ലെസ് ദാൻ 1, മോഡുലസ് ഓഫ് എക്സ് ലെസ് ദാൻ 1 എന്ന് പറയുമ്പോൾ നമുക്ക് -1 ലെസ് ദാൻ എക്സ് ലെസ് ദാൻ 1 എന്ന് എടുക്കാം. സോ എഫ് ഓഫ് എക്സ് ഈക്വൽ ടു 1 ഈസ് ആൻ ഈവൻ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ എഫ് ഒമേഗ എടുക്കുമ്പോൾ ഇതിൻ്റെ എഫ് എക്സിൻ്റെ ഫോറിയർ ട്രാൻസ്ഫോമാണ് കണ്ടുപിടിക്കേണ്ടത്. ഫോറിയർ ട്രാൻസ്ഫോം കാണാൻ എഫ് ഒമേഗ എന്ന് പറയുമ്പോൾ ഈവൻ ഫംഗ്ഷൻ്റെ ഫോറിയർ ട്രാൻസ്ഫോം എഴുതി √2/π ഇൻറ്റഗ്രൽ 0 to 1 എഫ് എക്സ് കോസ് ഒമേഗ എക്സ് ഡി എക്സ്. സിമ്പിൾ ഇൻറ്റഗ്രേഷൻ ആണ്. നമ്മൾ ഇൻറ്റഗ്രേറ്റ് ചെയ്ത് എഫ് ഓഫ് എക്സിൻ്റെ വാല്യൂ 1 ആയതുകൊണ്ട് വേറെ ഒന്നും അവിടെ ഇല്ല ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ. സൈൻ ഒമേഗ ബൈ ഒമേഗ വരും. 0 to 1 ആണ് ലിമിറ്റ്. എന്തുകൊണ്ടാണ്? മോഡ് എക്സ് ലെസ് ദാൻ 1 ആണ് നമ്മുടെ റീജിയൻ തന്നിരിക്കുന്നത്. അപ്പോൾ ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് 0 to 1 ആകും. സോ √2/π ഇൻറ്റു സൈൻ ഒമേഗ ബൈ ഒമേഗ. അതുപോലെ ജി ഓഫ് എക്സിൻ്റെ അത് കണ്ടുപിടിക്കുന്നു. ജി ഓഫ് എക്സ് -1 ആണ്. സോ ഇവിടെ വരുമ്പോൾ -1 വരും. അതിനനുസരിച്ച് ഒരു സൈൻ്റെ ചേഞ്ച് മാത്രം വരും. അതും -√2/π ഇൻറ്റു സൈൻ ഒമേഗ ബൈ ഒമേഗ. അപ്പോൾ എഫ് ഓഫ് ഒമേഗയും ക്യാപിറ്റൽ ജി ഓഫ് ഒമേഗയും നമ്മൾ കണ്ടുപിടിച്ചു. ഇനി കൺവല്യൂഷൻ, ലാപ്ലേസ് കൺവല്യൂഷൻ്റെ ഫോമുല എഫ് ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു √2/π ഇൻറ്റു എഫ് ഒമേഗ ഇൻറ്റു ജി ഒമേഗ. എഫ് ഒമേഗയും ജി ഒമേഗയും നമ്മൾ കണ്ടുപിടിച്ച് കഴിഞ്ഞു. അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. സോ -2 ഇൻറ്റു √2/π ഇൻറ്റു സൈൻ ഒമേഗ ബൈ ഒമേഗ ദ ഹോൾ സ്ക്വയർ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ലാപ്ലേസ് കൺവല്യൂഷൻ്റെ ഫോമുല എഫ് ഓഫ് എഫ് സ്റ്റാർ ജി ഈക്വൽ ടു √2/π ഇൻറ്റു എഫ് ഒമേഗ ജി ഒമേഗ. അപ്പോൾ ഈ ഫോമുല അറിയാമെങ്കിൽ നമുക്ക് 2 സെപ്പറേറ്റ് ഫംഗ്ഷൻസിൻ്റെ ട്രാൻസ്ഫോംസ് കണ്ടുപിടിച്ച് അതിൻ്റെ പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം √2/π കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫൈനൽ ആൻസർ നമുക്ക് കിട്ടി. ഓക്കെ, താങ്ക് യു.